ചാർലി കിർക്ക്, ഒരു 31 വയസ്സ് പ്രായമുള്ള നമ്മുടെ ട്രംപിനെ പോലെയുള്ള അവിടെയുള്ള തീവ്ര വലതുപക്ഷം, ബിബ്ലിക്കൽ കൺസർവേറ്റീവ്, ആന്റി അബോർഷൻ ഇങ്ങനെയൊക്കെയുള്ള സംഗതികൾ പറയുന്ന, അതുപോലെ തന്നെ ട്രാൻസ്ജെൻഡേഴ്സിന്റെ അവകാശങ്ങളെ ഹനിക്കുന്ന ഒരു രാഷ്ട്രീയം. പക്ഷെ ഈ രാഷ്ട്രീയം ഏറ്റവും സംവാദാത്മകമായും വളരെ പോസിറ്റീവായിട്ടും ക്യാമ്പസുകളിൽ സംസാരിച്ചുകൊണ്ട് തൻ്റെ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് കിർക്ക്, ചാർലി കിർക്ക്. പുള്ളി ഒരു ഓട്ടോ ഡൈഡാക്റ്റ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൽഫ് ടോട്ട് എന്നാണ് പുള്ളി പറയുന്നത്. പുള്ളിയുടെ ഔദ്യോഗിക വിദ്യാഭ്യാസം, ഡിഗ്രികൾ ഒന്നും ഏറെ ഇല്ല. പക്ഷെ പുള്ളി ഒരു വർഷം 100 പുസ്തകം വായിക്കും എന്നാണ് പറയുന്നത്. പുള്ളി കുറേ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. പുസ്തകങ്ങളെല്ലാം വലിയ തോതിലുള്ള ശ്രദ്ധ പിടിച്ചു പറ്റിയിട്ടുണ്ട്. പിന്നെ പുള്ളി യൂണിവേഴ്സിറ്റികളിൽ നിന്ന് യൂണിവേഴ്സിറ്റികളിലേക്ക് പോകും. ഇവിടെയൊക്കെ ആയിരക്കണക്കിന്, ഈവൻ പുള്ളിയുടെ ഒരു കളക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ മില്യൺസ് ആണെന്നാണ് പറയുന്നത്, ആരാധകരുടെ. അപ്പം ഇപ്പൊ ട്രംപ് ജയിച്ചപ്പോഴും പുള്ളി ഭയങ്കര സന്തോഷത്തിലായിരുന്നു. അപ്പൊ കൂടുതലും ആളുകൾ കരുതിയിരുന്നത് ഈവൻ ഹി വാസ് ഹെയിൽഡ് ആസ് ദ നെക്സ്റ്റ് ഫ്യൂച്ചർ പ്രസിഡന്റ് ഓഫ് USA. സൗമ്യനാണ്, സംവാദം. ഞാനൊരു കാര്യം, എനിക്ക് ഈ പറയുന്ന ചാർലി കിർക്കുമായിട്ട് നോക്കുകയാണെങ്കിൽ പല ആശയങ്ങൾക്കും നമുക്ക് ഒട്ടും യോജിക്കാൻ സാധിക്കില്ല. പല ആശയങ്ങളില്ല. ഇപ്പൊ ട്രംപിന്റെ എത്ര ആശയങ്ങളുമായിട്ട് നമുക്ക് യോജിക്കാൻ കഴിയും. പക്ഷെ ട്രംപിന്റെ ചെവി തുളക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എതിർക്കും. ട്രംപിനെ വ്യക്തിപരമായിട്ട് റദ്ദാക്കണമെന്ന് പറഞ്ഞാലും ഞാൻ എതിർക്കും. ഏതൊരു വ്യക്തിക്കും അയാളുടെ അഭിപ്രായവും രാഷ്ട്രീയവും ഏറ്റവും സിവിലൈസ്ഡ് ആയിട്ടുള്ള രീതിയിൽ പറയാനുള്ള അവകാശവും അധികാരവും ഉണ്ടാവണം. അതാണ് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞത്. ആ ഒരു സ്വാതന്ത്ര്യം നിഷേധിക്കലാണ് ഇവിടുത്തെ സോക്കോൾഡ് വോക്ക് ലെഫ്റ്റ് വിങ് എന്ന്. സോക്കോൾഡ് ലെഫ്റ്റ് വിങ്, ദേ ആർ നോട്ട് ലെഫ്റ്റ് വിങ്, ദേ ആർ ആക്ച്വലി എന്താണ് പറയുന്നത്, ആന്റി ഹ്യൂമനിസം എന്ന് പറയുന്ന ഒരു സാധനത്തിലാണ് യഥാർത്ഥത്തിൽ പെടുത്തേണ്ടത്. അതായത് എന്തൊക്കെ മാനവികമായിട്ടുണ്ടോ അതെല്ലാം വിരുദ്ധമായിരിക്കുക. ഈ ടീമുകൾ ഇപ്പൊ ഇന്ത്യയിലൊക്കെയാണ് ഉപയോഗിക്കുന്ന ഒരു വാക്ക് 4 വായായിരിക്കും. വാ 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 വാ. വംശീയത, വിദ്വേഷം, വെറുപ്പ്, പിന്നെ ഒരു വായുടെ ഉണ്ട് വർഗീയത. വർഗീയത, വംശീയത, വിദ്വേഷം, വെറുപ്പ്. വിദ്വേഷം, വെറുപ്പ്, വംശീയത, വർഗീയത. ഈ 4 കാര്യങ്ങൾ വാ 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 എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇവർ പറയുന്ന ആരെ കുറിച്ചാണെന്നറിയോ? ആരെക്കുറിച്ചാണോ പറയേണ്ടത് അവരെ കുറിച്ചല്ല, മറിച്ച് മറ്റുള്ളവരെ കുറിച്ചാണ്. ആരെക്കുറിച്ചാണ് പറയേണ്ടതെന്ന് നമുക്ക് അവർ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അന്യനെ കുറിച്ച് പറയണം. ഏറ്റവും ഡിസ്ഡെയിൻഫുൾ ആയിട്ട്, ഏറ്റവും എന്താ പറയാ, അവജ്ഞയോടെ, പരിഹാസത്തോടെ, വളരെ വന്യമായി, വളരെ ക്ഷുദ്രമായി മാത്രം പ്രതികരിക്കാൻ ശേഷിയുള്ള ഒരു വിഭാഗമായിട്ട് ഇവർ മാറിയിരിക്കുന്നു. അവർ ചിലർ വോക്കെന്ന് വിളിക്കുന്നു. എന്ത് വോക്കാണ് എനിക്കറിയില്ല. ചിലർ ലെഫ്റ്റ് എന്ന് വിളിക്കുന്നു. കേരളത്തിൽ നമുക്കാണെങ്കിൽ ഈ പറയുന്ന ചാർലി കിർക്കിന്റെ മരണം റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന, ആ മരണം റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന പോസ്റ്റുകളുടെ കീഴിൽ ഈ സോക്കോൾഡ് ഈ റാഡിക്കൽ ലെഫ്റ്റ്, റാഡിക്കൽ ഇസ്ലാം, ഈ സോക്കോൾഡ് എന്തോ കുറെ ഇവർ ചെയ്തു കൂട്ടുന്ന, ഇവർ പറയുന്ന മരണം ആഘോഷിക്കണം. ഒരുത്തനെ വെടിവെച്ചു വന്നു, അവരെന്താ ചെയ്തു? അവൻ സംസാരിച്ചുകൊണ്ടിരുന്നു, അവന്റെ ആശയങ്ങളെ എതിർക്കുന്നു. നല്ല കാര്യം, എതിർക്കേണ്ട ആശയങ്ങളുണ്ട്, നമ്മളും ഉണ്ട് എതിർക്കാൻ. എന്താ പ്രശ്നം? പക്ഷെ ഈ ചെയ്തത് തെറ്റല്ലേ? ഈ മരണം നിങ്ങൾ എങ്ങനെയാണ് ആഘോഷിക്കുന്നത്? ഇങ്ങനെ ആ മരണം നിങ്ങൾക്ക് ആഘോഷിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾ പിന്നെ ഈ പറയുന്ന കാര്യത്തിലൊന്നും ഒരു രീതിയിലോ 10 പൈസയുടെ വിലയോ പ്രസക്തിയോ പരിഗണനയോ ആരും കൊടുക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ സാധനം അകത്തല്ല, പുറത്തല്ല, അകത്താണ്. പിന്നെ സ്വയം മാനവികതയുടെയും മനുഷ്യത്വത്തിന്റെയും ഒക്കെ എന്തോ വലിയ സംഭവമായിട്ട് സ്വയം അങ്ങ് വീർപ്പിച്ചു വിടുക, അന്യനെ റദ്ദ് ചെയ്യുക, അപഹസിച്ചുകൊണ്ടിരിക്കുക. ഒരു വ്യക്തി, നമ്മളെ എത്രയോ 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 പുരോഗമനപരമായിട്ടുള്ള ഒരു കാര്യം നമ്മൾ പറയുകയാണ്. വ്യക്തിയല്ല, അയാളുടെ ആശയങ്ങളെയാണ് നമ്മൾ എതിർക്കുന്നത്. വ്യക്തി, നമ്മളെല്ലാം ഒരു സ്പീഷീസിൽപ്പെട്ടതാണ്, പരസ്പരം അംഗീകരിക്കേണ്ടവരാണ്, സ്നേഹിക്കേണ്ടവരാണ്. ഈ ആശയങ്ങൾ മാറാം, വ്യക്തി ആശയങ്ങൾ കൈയൊഴിയാം, അപ്പൊ അയാൾ സ്വീകാര്യനാവും. നിങ്ങൾ അവനെ കൊല്ലരുത്, അവനെ ഹിംസിക്കരുത്, അവനെ നശിപ്പിക്കരുത്, അവനെ റദ്ദ് ചെയ്യരുത് എന്നുള്ളതാണ്. ഇതാണ് നമ്മൾ സ്വതന്ത്ര ചിന്തയിലൂടെ നമ്മൾ പറയുന്ന ഒരു കാര്യം. ഇവിടെ ആയാലും അമേരിക്കയിലായാലും ലോകത്തെമ്പാടായാലും ഇപ്പൊ കാണുന്ന ഒരു കാര്യം, ഹിംസയുടെ ഈ ലെഫ്റ്റ് എന്ന് പറയുന്ന സാധനം. ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു.
ഇടതെന്നാൽ ഇസ്ലാം എന്നുള്ള ഒരു വീഡിയോ നിങ്ങൾ നോക്കിക്കഴിഞ്ഞു. അതിനകത്ത് ആദ്യം തന്നെ പറയുന്ന ഒരു കാര്യം, ഈ റാഡിക്കൽ ലെഫ്റ്റ് എന്ന് പറയുന്നത് അവർക്ക് കമ്മ്യൂണിസം പറഞ്ഞുകൊണ്ടോ സോഷ്യലിസം പറഞ്ഞുകൊണ്ടോ വേറെ എന്തെങ്കിലുമൊക്കെ മായം കലർത്തി സോഷ്യലിസത്തിൽ മായം, സോഷ്യൽ ഡെമോക്രസി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. സോഷ്യൽ ഡെമോക്രസി, സോഷ്യലിസം ചില മുദ്രാവാക്യങ്ങൾ കണ്ടിട്ടുണ്ട് നിങ്ങൾ? സ്വാതന്ത്ര്യം, ജനാധിപത്യം, സോഷ്യലിസം. സ്വാതന്ത്ര്യം, ജനാധിപത്യം ഓക്കെയാണ്. പക്ഷെ അതിൻ്റെ കൂടെ സോഷ്യലിസം കൂടെ നിങ്ങൾ എഴുതി ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു നെഗറ്റീവ് കൊണ്ട് 2 പോസിറ്റീവ് സംഖ്യകളെ കൂട്ടിയിട്ട് ഒരു നെഗറ്റീവ് കൊണ്ട് ഗുണിക്കുന്നതിന് തുല്യമായിരിക്കും. ഈ 3 സാധനങ്ങൾ ഒരിക്കലും ഒരു മനുഷ്യർക്കും ഒരു സമൂഹത്തിനും ഒരു സ്ഥലത്ത് എഴുതി വെക്കാൻ പറ്റത്തില്ല. കാരണം സ്വാതന്ത്ര്യം, ജനാധിപത്യം ഓക്കെ, റൈറ്റ്, കറസ്പോണ്ടിങ് ആയിട്ടുള്ള അല്ലെന്നല്ല കസിൻ വാല്യൂസ് എന്ന് വേണമെങ്കിൽ പറയാവുന്ന സാധനം തന്നെയാണ്. ജനാധിപത്യത്തിൽ ഒരു സ്വാതന്ത്ര്യമുണ്ട്, സ്വാതന്ത്ര്യം വേണം ജനാധിപത്യത്തിൽ. സ്വാതന്ത്ര്യം വരുമ്പോൾ ജനാധിപത്യം കൂടുതൽ ഇത് വരും. ആധിപത്യം എന്നുള്ള വാക്കിന് ഞാൻ അത്ര ഇഷ്ടപ്പെടുന്നില്ലെങ്കിലും ജനായത്ത ഭരണം എന്നുള്ള ഒരു ട്രാൻസ്ലേഷനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. സ്വാതന്ത്ര്യം, ജനാധിപത്യം. ബട്ട് സോഷ്യലിസം എന്ന് പറഞ്ഞാൽ എന്താണ്? കോഷൻ, കമാൻഡ് എക്കോണമി, വില നിയന്ത്രണം, എല്ലാത്തരം അസ്വാതന്ത്ര്യങ്ങളും എല്ലാത്തരം ഗവൺമെന്റ് ഇടപെടലുകളും എല്ലാത്തരം ഭീകരതകളും ചേർന്ന ഒരു സാധനമാണ് ഈ സോഷ്യലിസം എന്ന് പറഞ്ഞത്. അതൊന്നുമല്ല, ഞങ്ങളെ കുളിപ്പിച്ച് ഇല്ലാതാക്കിയിട്ടുണ്ട്. എന്നാലും നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ ഇല്ലാതാക്കിയോണ്ട് നിങ്ങൾക്ക് രക്ഷപ്പെട്ടു പോവാം അല്ലെ? ഇപ്പൊ ചൈനയൊക്കെ ചെയ്യുന്നോണം സ്റ്റേറ്റ് ക്യാപിറ്റലിസം പ്രാക്ടീസ് ചെയ്യുക വിത്ത് ബാക്കി സെറ്റപ്പ്. ഇപ്പൊ കേരളത്തിലോ അല്ലെങ്കിൽ ബംഗാളിലോ ഒക്കെ ഇപ്പോൾ അല്ല ഇന്ത്യയിലോ തന്നെ ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാരൊക്കെ അധികാരത്തിൽ വരുന്നു കഴിഞ്ഞാൽ ശരിക്കും ഇപ്പോൾ ഈ മോദി ചെയ്യുന്നത് പോലെയോ അല്ലെങ്കിൽ കോൺഗ്രസ് നരസിംഹറാവു ചെയ്തതുപോലെ മാത്രമേ ഭരിക്കുള്ളൂ. അങ്ങനെ മാത്രമേ ഭരിക്കാൻ പറ്റൂ. ദാറ്റ്സ് ഓൺലി വർക്കബിൾ സൊല്യൂഷൻ. അതുകൊണ്ട് ബാക്കിയൊന്നും നടക്കില്ല. പക്ഷെ ഇത് 3 ഒരുമിച്ച് വരുന്നത് എങ്ങനെയാണ്? പക്ഷെ അത് അസാധ്യമായ ഒരു കാര്യമാണ്. കേരളത്തിലും ഒക്കെ നമ്മൾ കാണാറുണ്ട്. ഈ 3 എണ്ണം കൂടെ ഒരിടത്ത് എഴുതി വെച്ചിരിക്കുന്നു. ഇറ്റ്സ് ഇമ്പോസിബിൾ ടു ഡു. ഒരിക്കലും ചേർന്ന് പോകത്തില്ല. ഒരിക്കലും ചേരാത്ത 3 ആശയങ്ങൾ ഒറ്റ വായിൽ പറയുക എന്ന് പറയുമ്പോൾ അതിന്റെ ആ കാപട്യത്തിന്റെ ആഴം ഒന്ന് അളന്നു നോക്കുന്നത്. പരസ്പര വിരുദ്ധവും പരസ്പരം റദ്ദ് ചെയ്യുന്നതും ആയിട്ടുള്ള 3 ആശയങ്ങൾ. അതുപോലെ തന്നെ ഈ സോഷ്യൽ ഡെമോക്രസി എന്നൊക്കെ പറയുന്ന സാധനം യഥാർത്ഥത്തിൽ നിങ്ങൾ ചെക്ക് ചെയ്യണം. എങ്ങനെയാണ് ഈ സോഷ്യലിസം പ്ലസ് ഡെമോക്രസി ആണ്? ഡെമോക്രസി, സോഷ്യലിസം. ആഹാ. അപ്പൊ ഇങ്ങനെ അങ്ങ് വൈറ്റ് വാഷ് ചെയ്തെടുക്കണം. അപ്പം ഈ ഒരു വിഭാഗത്തിന്റെ അവർ യഥാർത്ഥ വന്യത, അക്രമത്തിലൂടെ പരിഹാരം എന്നുള്ളത്, മനുഷ്യനെതിരായി തിരിക്കുക. ഈ ബേസിക്കലി മാർക്സിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ റാഡിക്കൽ ലെഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരിപ്പോൾ ബേസിക്കലി ഈ വെസ്റ്റേൺ സിവിലൈസേഷനെ തകർക്കാനായിട്ടോ അല്ലെങ്കിൽ അവിടെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷനെ തകർക്കാനായിട്ട്, ജനാധിപത്യത്തെ തകർക്കാനായിട്ട്, ജനാധിപത്യത്തിന്റെ തന്നെ പലതരം ലൂപ്പ് ഹോൾസ് ഉപയോഗിച്ചുകൊണ്ട് യൂറോപ്പിലെല്ലാം നടക്കുന്ന ഇതാണ്. അതിനൊരു റാമായിട്ടാണ്, ഒരു മുട്ടനാടായിട്ട്, ഇടിച്ചു കയറാനുള്ള മുട്ടനാടായിട്ട് അവർ ഇസ്ലാമിനെ ഉപയോഗിക്കുകയാണ്. ഈ പാലസ്റ്റീനിയൻ പ്രോജക്റ്റ് എന്ന് പറയുന്ന തന്നെ ഒരു റാഡിക്കൽ ലെഫ്റ്റ്, റാഡിക്കൽ ഇസ്ലാം പ്രോജക്റ്റാണ്. അതാണ് രാജ്യം അംഗീകരിച്ചു എന്ന് ഒക്കെ ഇപ്പൊ ഓരോരുത്തർ പറയുന്നുണ്ട്. എന്ത് രാജ്യം എന്ന് പറയുന്നത് എവിടെയാണ് രാജ്യം? ഈ രാജ്യം അംഗീകരിച്ചു എന്ന് പറയുന്നവരുടെ മനസ്സിൽ പോലും ഈ രാജ്യം ഇല്ല. ഉണ്ടായിരുന്നെങ്കിൽ അത് പണ്ടേ എന്നേ ഇതിനേക്കാൾ എത്രയോ മെച്ചപ്പെട്ട ഒരു റിസൾട്ട് വന്നേനെ. അപ്പൊ മൊത്തത്തിലുള്ള ഒരു അസ്ഥിരത. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു പരിപാടി തിരുവനന്തപുരത്തുണ്ടായിരുന്നു. ഞാൻ അതിനകത്ത് പറഞ്ഞൊരു കാര്യം, നിങ്ങൾ ആ പരിപാടിയുടെ പേര് നോക്കുന്നില്ല. അതായത് ഈ റാഡിക്കൽ ലെഫ്റ്റ്, സോ കോൾഡ് കമ്മ്യൂണിസം, സോ കോൾഡ് മാർക്സിസം, what is their stance? If they are in power, they will stand for hyper nationalism. They will stand for unity of the country, protection of values, protection of culture, and everything like that. ഇപ്പൊ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചൈനയിലെ ഒരു റീജിയണലിസം അംഗീകരിക്കില്ല, ഒരു ഭാഷാപരമായിട്ടുള്ള ഭിന്നത അംഗീകരിക്കില്ല, ഒരു മതപരമായിട്ടുള്ള ധ്രുവീകരണം അനുവദിക്കില്ല, ഒരു ചൈനയ്ക്കെതിരെ സംസാരിക്കാൻ അംഗീകരിക്കില്ല, ചൈനീസ് ബിംബങ്ങൾ, ചൈനീസ് കൾച്ചർ, ചൈനീസ് ദേശീയത, ഇതിനെതിരെ ഒന്നും പറയാൻ സമ്മതിക്കില്ല. ബിക്കോസ് ദേ ആർ പവർഫുൾ. ദ ആർമി ഈസ് സെർവിങ് ദം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ചൈന, അവിടുത്തെ ആർമി അവരെയാണ് ചെയ്യുന്നത്. പാർട്ടിയെ സംരക്ഷിക്കാനായിട്ടാണ് സൈന്യം. ഇത് തന്നെയാണ് സോവിയറ്റ് റഷ്യയിൽ ഉണ്ടായിരുന്നത്. ഇത് തന്നെയാണ് നിക്കോളായ് ചെഷസ്ക്യൂവിന്റെ കാലഘട്ടത്തിൽ റുമാനിയയിൽ ഉണ്ടായിരുന്ന സാധനം ഇത് തന്നെയാണ്. അല്ലെങ്കിൽ ക്യൂബയിലെ കാസ്ട്രോയുടെ കാര്യത്തിലുണ്ടായ ഇതേ സെയിം കാര്യമാണ്.
ദർ ഇസ് നോ ഡിഫറൻസ്. കാരണം ഇഫ് ദേ ആർ പവർഫുൾ, അവരായിരിക്കും ഏറ്റവും വലിയ ദേശീയത. ദേശീയത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭീകരമായത്, ഹിറ്റ്ലറെയും മുസോളിനിയും വെല്ലുന്ന ഹൈപ്പർ അതിതീവ്ര മാരക ദേശീയത. പിന്നെ കൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ കൾച്ചർ വിട്ടൊരു കളിയില്ല. ഇവിടെ ഇന്ത്യയിലെങ്ങാനും സംഭവം ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാർ വരികയാണെന്നുണ്ടെങ്കിൽ ഈ ആർഷ ഭാരതം മൊത്തം അവരുടെ നെറ്റിലുണ്ടാവും. സോ പാരമ്പര്യവാദത്തിന്റെയും അമിത ദേശീയതയുടെയും വൈകാരികതയുടെയും വയലൻസിന്റെയും ഒരു ഉൽപ്പന്നമാണ് ഈ സംഗതി. ഇതിപ്പോ നമ്മളിവിടെ പൂച്ച പോലെ കാണുന്നെങ്കിലും സംഗതി പൂച്ചയല്ല. ഇത് ഗതികേട് കൊണ്ട് പൂച്ചയായിട്ട് ഇവിടെ നിൽക്കുന്നു എന്നുള്ളത്. ഇതിന്റെ ഓരോരോ വന്യമായ ഭാവങ്ങളും ആളിക്കത്തലുകളുമാണ് പലയിടത്തും നടക്കുന്നത്. അത് ഈ നേപ്പാളിൽ നടന്ന അതേ സാധനമാണ് വേറെ രീതിയിൽ ഈ ചാർലി കിർക്കിന്റെ മരണത്തിലും. ഇപ്പൊ തന്നെ ഒരു ഇസ്രയേലി അംബാസിഡർ, നയതന്ത്ര ഉദ്യോഗസ്ഥനും അദ്ദേഹത്തിന്റെ ഭാര്യയും ഈ എന്താണ് വിവാഹമോതിരം ഒക്കെ കൈമാറി നിന്ന ആളുകൾ, അവരെ വെടിവെച്ച് വന്നിട്ട് ഒരാൾ പറഞ്ഞ ഫ്രീ പാലസ്തീൻ, ഫ്രീ പാലസ്തീൻ എന്ന് പറയാണ്. ഇന്നലെ തന്നെ ഈ ചാർലി കിർക്കിന്റെ വധം നടക്കുമ്പോൾ വെടിവെച്ച് അയാൾ വീഴുമ്പോൾ അന്നേരം ആഘോഷിക്കുന്ന ആളുകളെ കണ്ടില്ലോ. എന്തൊരു ആഘോഷമാണ്! എങ്ങനെയാണ് ഒരു മനുഷ്യനെ വെടിവെച്ച് വന്നിട്ട് ആഘോഷിക്കാൻ കഴിയുക? എന്താണ് ഇവർ തമ്മിലുള്ള പ്രശ്നം? അയാൾ റൈറ്റ് വിങ് ആശയം പറയുന്നു, ഓക്കെ, ഞാൻ വോക്ക് പറയുന്നു. ഇത് രണ്ടാശയമല്ലേ പറയുന്നത്? നീ എന്തിനാണ് അവനെ ആക്രമിക്കുന്നത്? നീ എന്തിനാണ് അവനെ എങ്ങനെയാണ് അവനെ കൊല്ലണമെന്നുള്ള ചിന്ത നിനക്ക് വരുന്നത്? അപ്പൊ നിന്റെ ആശയം മോശമല്ലയോ? ഈ കൊല്ലണമെന്നുള്ള ചിന്ത നിന്നിൽ ഉണ്ടാക്കുന്ന, നശിപ്പിക്കണമെന്നുള്ള ചിന്ത ഉണ്ടാക്കുന്ന, ബഹിഷ്കരിക്കണമെന്നുള്ള ചിന്ത ഉണ്ടാക്കുന്ന, ക്യാൻസൽ ചെയ്യണമെന്നുള്ള ചിന്ത ഉണ്ടാക്കുന്നതാണ് നിന്റെ ആശയമെങ്കിൽ ആശയം ലോകത്തെ ഏറ്റവും ജീർണിച്ചതും ഏറ്റവും മോശമായ ആശയമല്ലേ? കാരണം അതിന്റെ എൻ പ്രോഡക്റ്റ് എന്താണ്? നീ പറയുന്ന ഈ 4 കാര്യം, വാ വെറുപ്പ്, വർഗീയത, വംശീയത, അല്ലേ? അത് കാരണമല്ലേ ഒരാളെ കൊല്ലണത്? എന്തായാലും വേറെ ഒരു ആശയത്തിനും അങ്ങനെ തോന്നുന്നില്ലല്ലോ. എന്തുകൊണ്ടാണ് ഈ റാഡിക്കൽ ലെഫ്റ്റ്, ഈ വോക്ക്? ഇവിടെ കേരളത്തിൽ കുറെ എണ്ണമുണ്ട്, കുറെ സോ കോൾഡ് യുക്തിവാദികൾ, ഇങ്ങനെ കുറെ ടീമുകളുണ്ട്. വേറെ ഒന്നുമില്ല, എന്തോ വലിയ ഞങ്ങൾ ഭയങ്കര ചുമന്നാലും ഭയങ്കര ആശയങ്ങൾ ഇങ്ങനെ കൊണ്ട് നടക്കുന്ന ആളുകൾ. നമുക്ക് യഥാർത്ഥത്തിൽ അവരെ കുറിച്ചൊരു പ്രസ്താവന മലയാളത്തിൽ, സാധാരണ മലയാളത്തിൽ നടത്താൻ പറ്റില്ല. ഞാൻ അതുകൊണ്ടാണ് ഒരിക്കലും നടത്താത്തത്. പാത്തോളജിക്കൽ ഇതാണ് ആശയമെങ്കിൽ ഇത് ലോകത്തെ ഏറ്റവും വേഴ്സ്റ്റ് പോസിബിൾ ആണ്. മരണത്തിലും കെടുതിയിലും, ആ ഒരു വ്യക്തിയുടെ മരണത്തിലും കെടുതിയിലും അങ്ങ് അർമാദിക്കുകയാണ്. അത് അവിടെ ആ സൈറ്റിൽ ഈ വെടിവെച്ച് വന്നതിന് ശേഷം ചാടി പൊങ്ങി വിളിക്കുന്ന ആളുകൾ മാത്രമല്ല, ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന എന്താണ്, ഈ ചാർലി കിർക്കിന്റെ മരണത്തെ അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള പോസ്റ്റുകളുടെ കീഴിൽ വന്നങ്ങ് അർമാദിക്കുകയാണ്. എങ്ങനെ, ഹൗ ക്യാൻ ദേ സെലിബ്രേറ്റ്? അയാൾ അബോർഷനെ എതിർത്തു. അത് അവരെ സംബന്ധിച്ച് വിശ്വാസമാണ്. നിങ്ങൾ പറയും വിശ്വാസം അംഗീകരിക്കണം, വിശ്വാസികളുടെ കൂടെയാണ് നമ്മൾ. പിന്നെന്താ അവന്റെ വിശ്വാസം അംഗീകരിക്കാൻ നിനക്ക് പ്രശ്നം എന്താണ്? നമ്മളിപ്പോ വിശ്വാസികൾക്ക് വേണ്ടി ഒരു വലിയ സംഭവം നടത്തുന്നു. വിശ്വാസികൾ നമ്മുടെ ഭയങ്കര ഇതാണ്, നമ്മുടെ വിശ്വാസ നൗക. ഞാൻ പണ്ട് യൂണിവേഴ്സിറ്റി കോളേജ് പഠിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ അവിടെ ഒരു പോസ്റ്റ്, വിശ്വാസ നൗക മുങ്ങാതിരിക്കാനായിട്ട് ഞങ്ങൾ ഏതറ്റം വരെ പോകുന്നു. ഏതൊക്കെ എഴുതി കൊടുത്താൽ വരച്ച് കെട്ടിയിരിക്കുകയാണ്. അപ്പോൾ അബോർഷൻ പാടില്ല, അത് ദൈവത്തിന്റെ മുന്നിൽ കുറ്റമാണ് എന്ന് ഒരാൾ ചിന്തിക്കുന്നെങ്കിൽ അയാളുമായിട്ടൊരു റാഷണൽ ഡിസ്കോഴ്സ് നടത്തുക. അയാളുടെ അഭിപ്രായം അതാണെങ്കിൽ അയാൾക്ക് അഭിപ്രായം കൊണ്ടു നടക്കാനുള്ള അവകാശമുണ്ട്. അങ്ങനെയല്ലേ? ഞാനതാണ് മാനവികതയായിട്ട് എടുക്കുന്നത്. അതാണ് സ്വാതന്ത്ര്യം. എനിക്ക് എൻ്റെ അഭിപ്രായം ഞാൻ പറയുന്നു. നിങ്ങളുടെ അഭിപ്രായം യുക്തിപരമായി ശരിയല്ല, അതിന് ഇന്ന പ്രശ്നങ്ങളുണ്ട്, അത് മാനവികതയാണ് ഞാൻ കരുതുന്നില്ല. ലെറ്റ്സ് ഹാവ് എ ചാറ്റ്, ലെറ്റ്സ് ഹാവ് എ ഹാൻഡ് ഷേക്ക്. അതല്ലേ എൻ്റെ ഒരു മര്യാദ. എന്താണ് ഈ കേരളത്തിൽ, അതേ ആലോചിച്ച്, ഈ കേരളത്തിൽ ഈ വൈഡ് ഒരു എന്താ പറയുന്ന ഒരു വൈൽഡ് ഫയർ പോലെ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഈ വിദ്വേഷം, വെറുപ്പ്, വംശീയതയൊക്കെ മറ്റുള്ളവരിലാണ് ആരോപിക്കുന്നത്. ഇത് എവിടെയാ ഉള്ളതെന്ന് നോക്കുന്നില്ല. കസ്തൂരിമാന്റെ സുഗന്ധം, അതിനൊരു പക്ഷേ തിരിച്ചറിയാൻ കഴിയില്ല എന്നൊക്കെ ഒരു പഴയ ചൊല്ലുണ്ട്. അതിൻ്റെയൊക്കെ എത്രയോ ഇരട്ടിയാണ് ഇവിടെ അന്വർത്ഥമായിക്കൊണ്ടിരിക്കുന്നത്. ഈ 4 എണ്ണം ചേരുന്നതാണ് യഥാർത്ഥത്തിൽ ഈ റാഡിക്കൽ ലെഫ്റ്റ്, റാഡിക്കൽ ഇസ്ലാം, ഈ വോക്ക്, ഇതെല്ലാം കൂടി ചേർന്ന സംഗതി. പാലസ്തീൻ അതിൻ്റെ ഒരു ടൂളാണ് ബേസിക്കലി. അങ്ങനെയാണ് ഈ 5 മില്യൺ ഇറാഖി കുട്ടികൾ കൊല്ലപ്പെട്ടു എന്നൊക്കെയുള്ള റിപ്പോർട്ട് UN തലത്തിൽ വരുന്നത്. കാരണം UN ഇതിന്റെ ഒരു അവസ്ഥയാണ്. UN വരെ നിങ്ങൾ വെറുതെ വിടുന്നില്ല. UN ഇതാണ്, UN കമ്മ്യൂണൽ ആണ്. പൊളിറ്റിക്സ് ഓഫ് UN ഈസ് കമ്മ്യൂണൽ.